എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ CBSE +2 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് results.cbse.nic.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. റിസൾട്ട് പരിശോധിക്കാനായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു results.cbse.nic.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സീനിയർ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ക്ലാസ് 12th റിസൾട്ട് 2025 അനൗൺസ്ഡ് ഓൺ 13th അതായത് 13th May 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്ന 25 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എക്സാമിനേഷൻ്റെ റിസൾട്ട് അറിയാനുള്ള ആ ഒരു പേജിലേക്ക് പോകും. അതായത് CBSE results.nic.in എന്നുള്ള പേജിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സാമിനേഷൻ റിസൾട്ട്സ് 2025 ബ്രോട്ട് യു ബൈ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് 3 ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് ലിങ്ക് വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. ഏത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കിട്ടുന്നതാണ്. കാരണം ഈ ഒരു ചില സെർവർ, അതായത് ഈ ഒരു 3 സെർവറിലായിട്ടായിരിക്കും ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു സെയിം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ 3 ലിങ്കുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് ലിങ്കാണോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് അതനുസരിച്ച് ക്ലിക്ക് ചെയ്യുക. ഏത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഒന്നാമത്തെ ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഈ ഒരു എൻ്റർ യുവർ റോൾ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഈ ഒരു റോൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ നമ്പർ ഉണ്ട്, അത് കൃത്യമായിട്ട് സ്കൂൾ നമ്പർ, അതായത് സ്കൂളിനൊരു കോഡ് ഉണ്ട്, ആ ഒരു കോഡാണ് സ്കൂൾ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്കൂൾ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റർ അഡ്മിറ്റ് കാർഡ് ID, അതായത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലുള്ള ID, അത് നിങ്ങളുടെ എക്സാമിനേഷൻ്റെ ഹോൾ ടിക്കറ്റിലുള്ള ID ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആസ് ഗിവൺ ഓൺ യുവർ അഡ്മിറ്റ് കാർഡ്, അതായത് ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ കൃത്യമായിട്ടുണ്ടാകും. അതായത് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് അറിയാനുള്ള പേജിൻ്റെ ലിങ്ക് ഞാൻ, അതായത് ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണുന്ന ഈ ഒരു 3 ലിങ്കുകളിൽ ഏത് ലിങ്ക് വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഈ ഒരു 3 ലിങ്ക് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെയിം പേജ് തന്നെയാണ് എത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു റിസൾട്ട് പരിശോധിച്ച് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.